ഫോണിൻ്റെ മറുതലയ്ക്കിൽ നിന്നും ഹരി പറഞ്ഞ ഓരോ വാക്കുകളും ദേവൻ്റെ കാതുകളിൽ ഇരുമ്പാണി തറയ്ക്കുന്നത് പോലെയാണ് പതിച്ചത്. താൻ ദൈവത്തെപ്പോലെ കണ്ട അമ്മാവൻ, സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തെ പ്രതിഷ്ഠിച്ച മനുഷ്യൻ, ഇത്രയും കാലം തന്നെയും തൻ്റെ തറവാടിനെയും ഒരു ഇരയെപ്പോലെ നോക്കിക്കാണുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അഞ്ജലിയെ വിവാഹം കഴിച്ചാൽ സകല സ്വത്തുക്കളും അവളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ആ വ്യാജ പ്രമാണങ്ങൾ, അതാണ് അമ്മാവിൻ്റെ പെട്ടെന്നുള്ള സ്നേഹപ്രകടനത്തിന് പിന്നിലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദേവൻ ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അവൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ കരഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന ആ സങ്കടമെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി. അവിടെ കടുത്തൊരു പ്രതികാരത്തിൻ്റെ കനലുകൾ എരിയാൻ തുടങ്ങി. ഇത്രയും കാലം എല്ലാവരും കണ്ട ആ പാവം ദേവനല്ല ഇനി ഈ തറവാട് കാണാൻ പോകുന്നത്. അവൻ പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കാറിൻ്റെ കീയും എടുത്ത് തറവാട്ടിലേക്ക് വണ്ടി ഓടിച്ചു. രാത്രി 8:30 കഴിഞ്ഞിരിക്കുന്നു. ദേവൻ്റെ കാർ തറവാട്ട് മുറ്റത്ത് വന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ദേവൻ്റെ മുഖത്ത് കടുത്തൊരു ശാന്തതയായിരുന്നു. അവൻ പതുക്കെ ഹാളിലേക്ക് നടന്നു വന്നു. ദേവൻ നേരെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. ലക്ഷ്മി അമ്മയും മാളവികയും ചേർന്ന് അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മാളവിക തല താഴ്ത്തി ദേവന് ചോറ് വിളമ്പാൻ തുടങ്ങി. അമ്മാവനും അഞ്ജലിയും അങ്ങോട്ട് വന്ന് കസേരകളിലിരുന്നു. വിശ്വനാഥൻ അമ്മാവൻ: ദേവാ, അഞ്ജലിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനത്തിലെത്തിയോ മോനെ? അടുത്ത ആഴ്ച തന്നെ നമുക്ക് നിശ്ചയം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേവൻ ചോറുണ്ണുന്നത് നിർത്തി വളരെ സാവധാനം അമ്മാവിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ദേവൻ: വിവാഹം നടത്താം അമ്മാവ. എനിക്കതിൽ യാതൊരു എതിർപ്പുമില്ല. ഈ തറവാട്ടിൽ ഉടൻ തന്നെ ഒരു കല്യാണം നടക്കും. ദേവൻ അത് പറഞ്ഞതും അഞ്ജലിയുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. എന്നാൽ ചോറ് വിളമ്പുകയായിരുന്ന മാളവികയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പായുന്നത് പോലെയാണ് തോന്നിയത്. അവളുടെ കൺകോണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ചോറ്റുപാത്രത്തിലേക്ക് വീണു. ദേവൻ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് കേട്ട അമ്മാവൻ കസേരയിലിരുന്ന് വലിയൊരു അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുനിഞ്ഞപ്പോഴാണ് ദേവൻ തൻ്റെ സാരിത്തുമ്പ് പിടിച്ചു നിൽക്കുന്ന മാളവികയുടെ കയ്യിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുറുകെ പിടിച്ചത്. അവൻ അവളെ തന്നെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. വിശ്വനാഥൻ ദേഷ്യത്തോടെ: ദേവാ, നീ ഇതെന്തേ കാണിക്കുന്നത്? നീ ഇപ്പോൾ തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? ദേവൻ ഒരു പരിഹാസ ചിരിയോടെ ശബ്ദം വല്ലാതെ കടുപ്പിച്ചുകൊണ്ട്: അതെ അമ്മാവ, ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ മകൾ അഞ്ജലിയല്ല, ഈ നിൽക്കുന്ന മാളവികയാണ്. ഈ ദേവമംഗലം തറവാട്ടിൽ എൻ്റെ ഭാര്യയായി അവൾ പടിയിറങ്ങും. അഞ്ജലി: ദേവേട്ടാ, നിങ്ങൾ ഈ പറയുന്നത് ഡാഡി ഉണ്ടാക്കിയ ആ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? നിങ്ങളെ ഇവിടെ നിന്ന് ഒതുക്കാൻ. ദേവൻ ടേബിളിൽ ആഞ്ഞടിച്ച്: നിന്റെ ഡാഡി ഉണ്ടാക്കിയ ആ വ്യാജ ലീഗൽ പേപ്പറുകളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് അഞ്ജലി ഞാനീ പറയുന്നത്. അമ്മാവ, എന്നെയും എൻ്റെ സ്വത്തിനെയും കബളിപ്പിച്ച് സ്വന്തമാക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ ആ ചതിയുടെ രേഖകളുണ്ടല്ലോ, അതെൻ്റെ വക്കീൽ ഹരി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. കൃത്യം 2 ദിവസത്തിനകം ഈ തറവാട്ടിലെ സകല ബിസിനസ്സിൻ്റെയും പൂർണ്ണ അവകാശം ലീഗലായി എൻ്റെ പേരിലേക്ക് മാത്രം മാറും. കടപ്പാടുകളുടെ പേര് പറഞ്ഞ് എന്നെ ഭരിക്കാൻ നോക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് ഈ തറവാട്ടിൽ മാളവികയുടെയും എൻ്റെയും വിവാഹ നിശ്ചയമാണ്. ദേവൻ്റെ ആ കനത്ത തിരിച്ചടിയിൽ വിശ്വനാഥൻ അമ്മാവൻ്റെയും അഞ്ജലിയുടെയും സകല കണക്കുകൂട്ടലുകളും തകർന്നുപോയി. തങ്ങളുടെ ചതി ദേവൻ പൂർണ്ണമായി കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായതോടെ അമ്മാവിൻ്റെ മുഖത്തെ ആ വ്യാജ സ്നേഹമെല്ലാം മാറി കടുത്ത ക്രോധമായി. അവൻ കസേരയിൽ നിന്നും ദേഷ്യത്തോടെ എഴുന്നേറ്റു. ദേവൻ്റെ കൈകളിൽ എല്ലാ തെളിവുകളും ലീഗലായി ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. വിശ്വനാഥൻ അമ്മാവൻ കണ്ണുകളിൽ കടുത്ത അസൂയയോടെ ദേവന് നേരെ വിരൽ ചൂണ്ടി: നീ ഇന്ന് ഒരു വേലക്കാരി പെണ്ണിനു വേണ്ടി എന്നെ ധിക്കരിച്ചു അല്ലേടാ? നീ അനുഭവിച്ചറിയും ദേവ. ഈ വിശ്വനാഥൻ്റെ സഹായമില്ലാതെ നീ ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കും കാണണം. ഒരു ദിവസം നീ എൻ്റെ കാൽക്കൽ വന്ന് വീഴും. അഞ്ജലി മാളവികയെ കടുത്ത വിഷത്തോടെ നോക്കിക്കൊണ്ട്: എടി മാളവിക, എല്ലാം നേടിയെന്ന് നീ വിചാരിക്കണ്ട. വാ ഡാഡി, നമുക്ക് ഇനി വീട്ടിൽ നിൽക്കേണ്ട.
അവർ രണ്ടുപേരും തങ്ങളുടെ വസ്ത്രങ്ങളും ബാഗുകളുമായി കടുത്ത ദേഷ്യത്തിലും ദേവനെ പഴി പറഞ്ഞും വെല്ലുവിളിച്ചും അപ്പോൾ തന്നെ ആ തറവാടിൻ്റെ പടിയിറങ്ങിപ്പോയി. ലക്ഷ്മി അമ്മ വലിയൊരു ആശ്വാസത്തോടെ പൂജാമുറിയിലേക്ക് നടന്നു. ഹാളിൽ കനത്ത നിശബ്ദത പടർന്നു. അവിടെ ഇപ്പോൾ ദേവനും മാളവികയും മാത്രമായി മാറി. ഹാളിലെ ബഹളങ്ങളെല്ലാം ഒടുങ്ങി. രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. മാളവിക തൻ്റെ മുറിയിൽ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ഉള്ളിൽ ഭയത്തേക്കാൾ വലിയൊരു ആശ്വാസമായിരുന്നു. തനിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെയും സ്വത്തിനെയും വരെ വെല്ലുവിളിച്ച ഈ മനുഷ്യനെ താൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ മുറിയിൽ വാതിൽ പതുക്കെ തുറന്നത്. അകത്തേക്ക് വന്നത് ദേവനായിരുന്നു. അവൻ്റെ മുഖത്ത് ആ പഴയ ദേഷ്യമോ ഗൗരവമോ ഇല്ലായിരുന്നു. പകരം മാളവികയോടുള്ള കടുത്ത പ്രണയവും ആർദ്രതയും മാത്രമായിരുന്നു. അവൻ വളരെ ശാന്തനായി അവളുടെ അരികിലേക്ക് നടന്നു വന്നു. മാളവിക പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പതുക്കെ വിതുമ്പാൻ തുടങ്ങി. ദേവൻ അവളുടെ തലയിൽ പതുക്കെ തലോടി അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി. മാളവിക കരഞ്ഞുകൊണ്ട്, ദേവേട്ട, എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും വലിയ ശത്രുക്കളെ ഉണ്ടാക്കിയത്? അമ്മാവൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്താലോ? എനിക്ക് പേടിയാവുന്നു. ദേവൻ അവളുടെ കവിളിലെ കണ്ണീർ പതുക്കെ തുടച്ചുകൊണ്ട് അതീവ ഗൗരവത്തിൽ, മാളവിക, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അമ്മാവനെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അവർ എന്നെ സ്നേഹിച്ചതല്ല, എൻ്റെ സ്വത്ത് മാത്രമാണ് അവർക്ക് വേണ്ടതെന്ന്. അവർക്ക് മുന്നിൽ നിന്നെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. ഇനി 2 ദിവസം, അതിനുശേഷം നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. അവൻ അവളുടെ നെറ്റിയിൽ ആർദ്രമായ ഒരു ചുംബനം നൽകി. മാളവിക അവൻ്റെ നെഞ്ചിൽ കൈകൾ വെച്ച് ആശ്വാസത്തോടെ നിന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ജനലരികിൽ അവരുടെ 2 മനസ്സുകളും സകല പ്രതിസന്ധികളെയും മറികടന്ന് പ്രണയത്തിൻ്റെ വലിയൊരു സാമ്രാജ്യത്തിൽ ഒന്നാവുകയായിരുന്നു.